പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഞാൻ ചോദിക്കാൻ കാരണം, ഞാനിവിടെ 2 ദിവസമായിട്ട് ഇത്തിരി ഒരു വർക്കില്ല. അതായത് ഞങ്ങളുടെ വീടിനോട് ചേർന്ന ഫ്രണ്ടില് റോഡാ. ഞാൻ വീട് വെച്ചെങ്കിലും ഗേറ്റ് പണി പൂർത്തീകരിച്ചില്ലായിരുന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തിരി വെയിൽ കൊള്ളേണ്ടി വരും. ഞാൻ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങണം, വെയിൽ കൊള്ളണം. അപ്പം അതുകൊണ്ട് അതിനെ ഇച്ചിരി ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ചോദിച്ചാൽ ക്ലിയർ ആണോ എന്ന് ചോദിച്ചത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കയറിയോ? കയറി 15 കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഹെഡിങ് എഴുതുക, ലേവ്യ ഒരു ഹൈഫിനിട്ട് എബ്രായ താരതമ്യ പഠനം. ലേവ്യ എബ്രായ താരതമ്യ പഠനം. എഴുതിയോ? ലേവ്യ എബ്രായ താരതമ്യ പഠനം. എഴുതി കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലേവ്യ വായിച്ചിട്ടുള്ളപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? എന്തായിരിക്കും നമുക്ക് ലേവ്യ വായിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം? കംപ്ലീറ്റ് വായിച്ചത് കുറവായിരിക്കും. കുറച്ച് വായിച്ചപ്പം ബോറടി കാരണം നിർത്തി കാണും. സാധ്യത കൂടുതലാണ്. വളരെ ഡെഡിക്കേഷൻ ഉള്ളവർ ഇത് വായിക്കും. അല്ലാത്തവർ നോക്കുമ്പം കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അറുക്കണം, തോലുരിക്കണം, കണ്ടമായി മുറിക്കണം, കരളും എടുത്തു കളയണം, മൂത്രപിണ്ട 2 പറിച്ചു കളയണം, കണ്ടമായി മുറിക്കണം, യാഗപ്പെടുത്തി വെക്കണം, ചാരം പാളയത്തിന് വെളിയിൽ കൊണ്ട് കളയണം, തോലും ചാണകവും ആ കൂടപ്പാളയത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകണം. വായിച്ച എന്തേ മനസ്സിലായത്? ആരാണ് വിരസതയില്ലാതെ വായിക്കാറുള്ളത്? വളരെ കുറവാണ്. ലേവ്യ ആസ്വദിച്ച് വായിക്കാൻ പ്രയാസവുമാണ്. ആരുടെയും കുറ്റമല്ല, അങ്ങനെയാണ് അതിന്റെ രീതി. എന്തിനാണ് ഈ പുസ്തകം? പഞ്ചഗ്രന്ഥങ്ങളിൽ ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. മോശ എഴുതി കൊടുത്തതാണ്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളത് പഠിക്കുന്നതിനാണ്. പണ്ട് ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞു, ലേവ്യ പുസ്തകം പഠിക്കുന്നത് കൊണ്ട് 2 പ്രയോജനമുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലിയ. ഒന്ന്, കർത്താവിന്റെ വേലക്കാരനാണെങ്കിൽ അത് പ്രയോജനപ്പെടും. 2, സുവിശേഷ വില വിട്ടേച്ച് മാറിപ്പോയാലും ഈ പുസ്തകം പഠിച്ചാൽ പ്രയോജനപ്പെടും. അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ ഈ ചേട്ടൻ ചോദിച്ചു, സാറേ മാറിപ്പോയാൽ ഇതുകൊണ്ട് എന്നാ പ്രയോജനം? അപ്പൊ അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഇറച്ചിക്കട നടത്താം, എങ്ങനെ തോലുരിക്കാം, എങ്ങനെ മുറിക്കാം, ഏതൊക്കെ അവയവം എടുത്ത് കളയാം, ഇതെല്ലാം പഠിക്കാൻ. അപ്പൊ മാറിപ്പോയവന് ഈ ഇറച്ചി കച്ചവടം നടത്താം. ആത്മീയത്തിൽ നിന്നാൽ ഈ പുസ്തകം പഠിപ്പിക്കാം. എങ്ങനെയുണ്ട്? പക്ഷേ ലേവ്യ പുസ്തകം നിഴലും എബ്രായ ലേഖനം അതിന്റെ പൊരുളുമാണ്. ഒന്ന് നിഴൽ, ഒന്ന് പൊരുൾ. നിഴല് വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാകണമെന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴേ
നമ്മൾ മുറിക്കകത്തിരിക്കുക, അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിൽ ഇരിക്കുക, കിഴക്കോട് അഭിമുഖമായ വീട്. രാവിലെ കിഴക്ക് സൂര്യൻ ഉദിച്ചു. കിഴക്ക് നിന്നുള്ള സൂര്യപ്രകാശത്തിൽ നമ്മളൊരു നിഴൽ കണ്ടു. അത് നമ്മുടെ വീടിന്റെ സിറ്റിംഗ് റൂമിനകത്തേക്ക് ആ നിഴൽ നടന്നു വരുന്നത് കണ്ടു. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത? വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ദൈവമേ ഇതാരായിരിക്കും? നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. ആരോ വരുന്നുണ്ട്, നിഴല് കാണാം, അതാരായിരിക്കും? ഉടനെ നിങ്ങൾ എഴുന്നേറ്റ് നടന്നിരുന്നു. നടന്ന് വാതിൽക്കലോട്ട് ചെന്ന് നിങ്ങൾ നോക്കുന്നു, നിങ്ങൾ ആളെ കാണും. കണ്ടപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചതോ നിങ്ങൾക്ക് പരിചയമുള്ളതോ ആയ ഒരാൾ. ഏതാണ്ട് ഇതിന് സമാനമാണ് ലേവ്യാപുസ്തകം. നിഴല് കണ്ടാൽ ഒന്നും മനസ്സിലാകണമെന്നില്ല. പൊരുള് കാണുമ്പോഴാണ് ഇതായിരുന്നു ആ നിഴലിന്റെ അർത്ഥം എന്ന് മനസ്സിലാകുന്നവിടെ. ലേവ്യാപുസ്തകം എന്താണ്? ലേവ്യാപുസ്തകത്തിലെ പ്രധാന വിഷയങ്ങൾ. ലേവ്യാപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം? ഒന്ന്, എഴുതണം കേട്ടോ, എഴുതാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, യാഗങ്ങൾ. ലേവ്യാപുസ്തകത്തിലെ പ്രധാന വിഷയങ്ങൾ. ഒന്ന്, യാഗങ്ങൾ. എത്ര യാഗങ്ങളെ കുറിച്ച് ലേവ്യാപുസ്തകത്തിലുണ്ട്? നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഉത്തരം പറയാം. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എത്ര യാഗങ്ങളെ കുറിച്ച്, എത്ര വിധ യാഗങ്ങളെ കുറിച്ച് ലേവ്യാപുസ്തകത്തിലുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹോമയാഗം, ഹനയാഗം. എണ്ണം പറഞ്ഞാൽ മതി, ഓരോന്നും പറഞ്ഞ എണ്ണം സാറേ മാത്രം. സാറേ 5. ഒരു ആൻസർ കിട്ടി. 5 യാഗങ്ങൾ. ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 5 അല്ല, അതിൽ കൂടുതലുണ്ട്. അല്ല സാറേ 4 ഉള്ളൂ. എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടെങ്കിലും പറയാം. ഇല്ല, എല്ലാരും 5 ആണ് അല്ലേ? ആണോ? എല്ലാരും 5-ലാണ്. 7 യാഗങ്ങൾ. അതാണ് ആ. അപ്പൊ 5-ൽ നിന്ന് 2 കൂടെ കൂടി പുരോഗതിയുണ്ട്. 7 യാഗങ്ങൾ എന്ന് ഇവിടെ ആൻസർ കിട്ടി. കുറെ കൂടെ വ്യക്തതയുള്ള കാര്യമാണ്. 7 യാഗങ്ങളല്ല ഉള്ളൂ, എങ്കിലും പ്രധാനപ്പെട്ട 7 യാഗങ്ങളോ. വേറെ യാഗങ്ങളുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട 7 യാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് 7 യാഗങ്ങൾ? 1, ഹോമയാഗം. 2, ഭോജനയാഗം. 3, സമാധാനയാഗം. 4, പാപയാഗം. 5, അകൃത്യയാഗം. 6, കരപൂരണയാഗം. അറിയാൻ വയ്യാത്തവർ എഴുതിയെടുത്തോളുണ്ടോ? അറിയാൻ വയ്യാത്തവർ എഴുതിയെടുത്തോ. പറയാം. പറയാം, നിർത്തി. 1, ഹോമയാഗം. 2, ഭോജനയാഗം. 3, സമാധാനയാഗം. 4,
അടുത്ത യാഗം ഏതാണ്? പാപയാഗം. 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 അഞ്ചാമത്തേത് അകൃത്യയാഗം. കരപൂരണയാഗം. വെയിറ്റ്. കരപൂരണ യാഗം എല്ലാവർക്കുമുള്ള യാഗമല്ല, സാമാന്യ ജനങ്ങൾക്കുള്ള യാഗമല്ല. കരപൂരണ യാഗം പുരോഹിതന്മാർക്ക് മാത്രമുള്ള യാഗമാണ്. അത് ഓർമ്മ വേണം. ഒരു സാമാന്യ ഇസ്രായേല്യൻ കരപൂരണ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. ഓൺലി ഫോർ ദ പ്രീസ്റ്റ് ആൻഡ് ലെവിറ്റിക്കസ്. ലേവ്യരായ ആളുകൾക്കും പുരോഹിതന്മാർക്കും മാത്രമാണ്. കരപൂരണം എന്ന വാക്ക് എന്റെ അർത്ഥം അറിയാമോ? എനിവൺ? അറിയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക്. അറിയാമെങ്കിൽ പറയാം. അറിയാൻ വയ്യാത്തൊരു അൺമ്യൂട്ട് ചെയ്യുകയും വേണ്ട. കാരണം നിങ്ങളുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല. ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ ഞാൻ പറയാം. ദ സാക്രിഫൈസ് ഓഫ് ഓർഡിനേഷൻ ആണ്. കരപൂരണം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് വാക്കാണ് ഓർഡിനേഷൻ. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഓർഡിനേഷന്റെ പഴയ മലയാളമാണ് കരപൂരണയാഗം. ഇപ്പൊ ഉപയോഗിക്കാറില്ല. നമ്മളാരും പറയാറുമില്ല. ഇന്നുവരെ കേട്ടിട്ടുണ്ടോ ഇന്ന കരപൂരണം നടക്കുക വരണോ? ആരും പറയാറില്ല. അയ്യോ വരണേ, ശനിയാഴ്ച ഞങ്ങളുടെ സെന്ററില് ഇന്ന പാസ്റ്ററുടെ കരപൂരണം നടക്കുക. ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ബൈബിളിലെ കരപൂരണം എന്ന വാക്കിന് ഓർഡിനേഷൻ എന്നർത്ഥം. പുരോഹിതനായി നിയമിക്കുന്ന യാഗമാണത്. അത് ഓൺലി ഫോർ പ്രീസ്, അവർക്ക് മാത്രമുള്ളതാണ്, സാമാന്യ ജനങ്ങൾക്കുള്ളതല്ല. ഏഴാമത്തെ യാഗമാണ് മഹാപാപപരിഹാരയാഗം. മഹാപാപപരിഹാരയാഗം. അത് ലേവ്യ 16-ാം അധ്യായത്തിലാണ്. ലേവ്യ 1 മുതൽ 7 വരെയാണ് ആദ്യത്തെ 5 യാഗങ്ങൾ. 8-ാം അധ്യായത്തിലാണ് കരപൂരണയാഗം. 16-ാം അധ്യായത്തിലാണ് മഹാപാപപരിഹാരയാഗം. ഓക്കെ, അത്രയും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുക. ലേവ്യ 6 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന യാഗങ്ങൾ എന്താണ് എന്നതിൻ്റെ വിശദീകരണമാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് സാക്രിഫൈസസ്? പഴയ നിയമ യാഗങ്ങളുടെ അർത്ഥം എന്താണ്? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ് ഉത്തരം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ് ഉത്തരം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഞാനൊരു കാര്യം പറയാം. മഹാത്മാഗാന്ധി ചരിത്ര സത്യമാണ്. മഹാത്മാഗാന്ധിയുടെ മരണം അല്ലെങ്കിൽ വധം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സൂചിപ്പിച്ച ഒരു ബലിയാണെന്നോ ആ ബലി വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു യാഗമരണമായിരുന്നുവെന്നോ ആരും പ്രസംഗിക്കാറില്ല. ഗാന്ധി മരണം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നില്ല.
പക്ഷെ ആരും പറയാറില്ല. എന്ത് പറയാറില്ല? ഗാന്ധിയന്മാർ പോലും പറയാറില്ല ഗാന്ധിജിയുടെ മരണം തലമുറകളുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു. അല്ല, പിന്നെ എങ്ങനെ പറയുന്നേ? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാണ് ഗാന്ധി മരിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഗാന്ധി മരിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു 47. ഈ യേശുക്രിസ്തുവിന്റെ മരണം ഒരു ബലി, ഒരു യാഗമായിരുന്നുവെന്ന് ഞാൻ നിഷേധിക്കാൻ പറ്റാത്ത ആദ്യത്തെ കൂട്ടര് യഹൂദന്മാരാ. കാരണം നൂറ്റാണ്ടുകളായവർ യാഗം കഴിച്ചു വരിക. എന്തിനായിരുന്നു യാഗങ്ങൾ? വായിക്കാം നമുക്ക്. എബ്രായലേഖനം 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിർത്തി വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സത്ഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല. അല്ലെങ്കിൽ മതി. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ റിയലായ കാര്യമല്ല. ലേവ്യ പുസ്തകം എന്താണ്? അക്ഷരികമായി എടുക്കരുത്. നിഴലാണ്, മുഴുവൻ നിഴലാണ്. അക്ഷരികമായി ലേവ്യ പുസ്തകം എടുത്താൽ നമ്മളെല്ലാം കുഴയും. കാരണം നമ്മളെല്ലാവരും യാഗം കഴിക്കേണ്ടി വരും. ഞായറാഴ്ച ആരാധനയ്ക്ക് നിങ്ങൾ എങ്ങനെ ചർച്ചിലേക്ക് പോവുക? നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടാകുക? ഒരു ബൈബിൾ, അല്ലേ? ഇപ്പൊ അതും ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ കയ്യിൽ ബൈബിളല്ല, ഒരു ആൻഡ്രോയിഡ് മൊബൈലാണ്. ബൈബിൾ ഇല്ലാതെ വരുന്ന ഇവനോട് നമ്മൾ ചോദിക്കാന്ന് വിചാരിച്ചോ, കുഞ്ഞെ നീ എന്താ ബൈബിൾ കൊണ്ടുവന്നില്ല? പാവം പതിയെ മൊബൈൽ കാണിച്ചു പറയും, പാസ്റ്ററെ ദാണ്ട് ഇതിനകത്തെല്ലാം ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പേടി, അതിനകത്തെല്ലാം ഉണ്ട്. അപ്പോ വേദപുസ്തകം മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്ന ആരാധന. ലേവ്യ പുസ്തകം അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ വെറും കൈയോടെ വരാനൊക്കുകയില്ല. നിങ്ങളുടെ കയ്യിൽ ഹോമയാഗത്തിനുള്ള മൃഗമുണ്ടായിരിക്കണം. സമ്പന്നനാണെങ്കിൽ നിങ്ങൾക്ക് കന്നുകാലിയോ ചെമ്മരിയാടോ കോലാടോ യാഗം കഴിക്കാം. കാശില്ലാത്തവനാണെങ്കിൽ കുറുപ്രാവിനെ യാഗം കഴിക്കാം. എന്താ ഇന്ന് വരെ നമ്മൾ ചെമ്മരിയാടിനെ കൊണ്ട് പോകാത്തത്? എന്താ കോലാടിനെ കൊണ്ട് പോകാത്തത്? എന്താ നമ്മുടെ കാളയെ കൊണ്ട് പോകാത്തത്? നമ്മളെന്താ പ്രാക്കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാത്തത്? കാരണം അത് നിഴലായിരുന്നു, റിയലല്ല. നിഴലായത് പൊരുളായത് വന്നപ്പോ ഇനി അതിന്റെ ആവശ്യമില്ല. ഈ കുട്ടനാടൻ മേഖലകളിലെ ഞാൻ ഒരുപാട് കൊല്ലം താമസിച്ച ആളാണ്. അപ്പൊ കുട്ടനാടിൽ ഈ കുട്ടനാടൻ മേഖലകളില് കടത്തുവള്ളങ്ങളുണ്ട്. കടത്തുവള്ളങ്ങൾ അന്നത്തെ ഒരു നിലവാരം വെച്ച് നോക്കിയാൽ 10 പൈസയോ 20 പൈസയോ 50 പൈസയോ കൂടുതൽ കടത്തുവള്ളങ്ങളിൽ പോവാം. സ്ഥിരമായി കടത്ത് വള്ളത്തിൽ അക്കരെ ഇക്കരെ കടത്തിക്കൊണ്ടിരുന്നയാൾ ഗവൺമെന്റ് ഒരു കാര്യം പാസ്സാക്കി, ഈ നദിക്ക് കുറുകെ പാലം പണിയണം. കമ്മീഷൻ ചെയ്തു, പാലം പണി തുടങ്ങി, പാലം പണി പൂർത്തിയായി, ഉദ്ഘാടനവും കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞു കഴിയുമ്പം
കടത്തുകാരൻ എന്താ ചെയ്യുക? കടത്തുകാരൻ കടവിൽ കിടന്ന് അക്കരയ്ക്ക് ആരുണ്ട് പോവുക എന്ന് വിളിച്ചു ചോദിക്കുമോ? വള്ളക്കാർക്ക് അങ്ങനെ ചോദ്യമുണ്ട്. ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാനാ എന്നൊരു വിളി വിളിക്കും. ഇനി ദൂരെ നിന്ന് വരുന്നവൻ വള്ളക്കാരൻ പോയില്ലെങ്കിൽ അവിടെ എങ്ങനെ നിൽക്കാൻ വേണ്ടി അവനെയും അതുപോലെ വിളിക്കും. ഞങ്ങൾ വരുവാണ്. അപ്പോ കടത്തുവള്ളങ്ങളിലെ കടത്തുവള്ളക്കാരൻ പാലം പണിത് ഉദ്ഘാടനം കഴിഞ്ഞാൽ വള്ളം കൊണ്ട് സ്ഥലം വിടും. പിന്നെ കടത്തുവള്ളക്കാരന്റെ കടത്ത് പരിപാടി ഇല്ല ഇവിടെ. എന്നാ കാര്യം? പാലം പണി കഴിഞ്ഞു. ന്യൂ ടെസ്റ്റമെന്റിലെ നസ്രയനായ യേശുവിന്റെ കുരിശുമരണത്തോടുകൂടെ ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ച ന്യായപ്രമാണപ്രകാരമുള്ള യാഗങ്ങൾ നിന്നുപോയി, അല്ലെങ്കിൽ നിർത്തൽ ചെയ്യേണ്ടി വന്നു. ക്രിസ്തുവിന്റെ ബലി പൊരുളും ലേവ്യ യാഗങ്ങൾ നിഴലുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലേവ്യ പുസ്തകം പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. നമുക്കറിയാം, യുഗങ്ങൾക്ക് മുമ്പ് 4000 മിനിമം കൊല്ലം, 4000 കൊല്ലം ഒരു കണക്ക് ശരിയല്ല, മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. എന്റെ പഠനവും കണക്കും അനുസരിച്ച് 10,000 കൊല്ലമായി എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. 10,000 യേശുക്രിസ്തുവിന്റെ കാലം വരെ ഏതാണ്ട് 10,000-15,000 കൊല്ലങ്ങൾ മനുഷ്യന് ദൈവം കൊടുത്തത് നിഴലായ യാഗങ്ങൾ കഴിക്കാനാണ്. അതിൽ നിഴലായ യാഗമായിരുന്നു അവര് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്രൂശ് മരണത്തോടെ തീർന്നു. അതുകൊണ്ട് യേശു ഒടുവിലായി ഇങ്ങനെ പറഞ്ഞത്, സകലവും നിവൃത്തിയായി. അപ്പൊ എപ്പോഴത്തിൽ എന്താണ് നമ്മൾ വായിച്ചത്? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്, സാക്ഷാൽ കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പഴയ യാഗങ്ങൾ കഴിക്കുന്നവന് ഒരു നാളും സൽഗുണ പൂർത്തി കിട്ടുന്നില്ല. യഹൂദന്മാരിൽ യാഗം കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒറ്റ ഒരുത്തരും എന്റെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി എനിക്ക് ഒറ്റ യാഗവും വേണ്ടെന്ന് മരണം വരെ പറഞ്ഞിട്ടില്ല. മരണം വരെ പറഞ്ഞില്ല. അതിന്റെ അടുത്താണ്ടി വരും. ഇവൻ ഇങ്ങനെ യാഗം കഴിക്കും ചാകുന്ന വരെ. യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ ഒറ്റ യാഗത്താൽ എന്റെ മുഴുവൻ പരിഹരിക്കപ്പെട്ടുവെന്ന് പൂർണ്ണ ബോധ്യമുള്ളവരും ആ യാഗത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ ശുദ്ധനായി, ഞാനിപ്പോ പാപിയല്ല എന്ന് സധൈര്യം പറയാൻ പറ്റുന്നവരുമാണ് പുതിയ നിയമവിശ്വാസി. കാര്യം മനസ്സിലായോ? ഞാൻ വളരെ ഒന്ന് സ്ലോയിൽ എടുക്കുന്നതിന്റെ കാരണം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ ദിവ്യ പുസ്തകം 1 മുതൽ 6 വരെ അധ്യായങ്ങൾ എന്തായിരുന്നു എന്നാണ് 1 പറയുന്നത്. അത് നിഴലായിരുന്നു, നിഴലായിരുന്നു. ഇനി അടുത്ത വായിക്കാം, പ്രലേഖനത്തില് താഴോട്ട് വായിക്കാം, 10. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കലും ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. ഓരോ യഹൂദനും എല്ലാ കൊല്ലം യാഗം കഴിക്കും. അതെന്തിനാ? അവന് സൽഗുണ പൂർത്തി കിട്ടിയിട്ടില്ല. ആളുകൾ ശബരിമലയ്ക്ക് പോകും, എല്ലാ ആണ്ടിലും പോകും. അപ്പൊ എന്നാ കാരണം? പിന്നെ പോകുന്ന കാര്യം, നിങ്ങളൊരു ഹോസ്പിറ്റലില് ഡോക്ടറെ കാണാൻ ഒരിക്കൽ പോയി, പിന്നെ നിങ്ങൾ പോവാന്ന് വിചാരിച്ചു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ?
നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സുഖം ഇതുവരെ വന്നില്ല. നിങ്ങൾ കഴിഞ്ഞ 3 മാസം മുമ്പ് ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങി, ദാണ്ട പിന്നെ നിങ്ങൾ പോവാലോ ഡോക്ടറെ കാണാൻ. അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ പൂർണ്ണ ആരോഗ്യവാനായില്ല. എന്നാ പുതിയ വിശ്വാസിയോ ഒരിക്കലായി യേശുക്രിസ്തു മുഖാന്തരം പാപപരിഹാരവും ശുദ്ധീകരണവും വന്നവൻ പാപപരിഹാരത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല, വീണ്ടും പഴയത് ആവർത്തിക്കുന്നുമില്ല. നമ്മൾ ഒരിക്കലാണ് രക്ഷിക്കപ്പെടുന്നത്, നമ്മൾ ആണ്ടോടാണ്ട് രക്ഷിക്കപ്പെടുകയല്ല. കഴിഞ്ഞ ആണ്ടിൽ രക്ഷിക്കപ്പെട്ടു, ഈ ആണ്ടിൽ രക്ഷിക്കപ്പെട്ടു, വർഷം രക്ഷിക്കപ്പെട്ടു, എല്ലാം ഒറ്റപ്പെട്ടു. രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നില്ല, പാപപരിഹാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല, ഒരിക്കലായി കിട്ടുക. ഇനി അടുത്ത വാക്യം ലേഖനം. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. കേട്ടോ, ആകയാൽ മതി മതി. പഴയ നിയമ ലേവ്യ പുസ്തകത്തിൽ ആടുകളുടെയും കാളകളുടെയും യാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എബ്രായ ലേഖന കർത്താവ് പറയുക, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ വര മുഴുവൻ എങ്ങനാ ഒരു നാൾ കഴിയത്തില്ല. പിന്നെന്തിനാ ഇതൊക്കെ കഴിച്ചേ? പിന്നെ എന്തിനായിരുന്നു ഇത് കഴിച്ചത്? ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ ഒരു പെസഹയിൽ കൊല്ലപ്പെട്ടത് 100,000 ചിലുവാനും ആടുകളാണ് ഒരു പെസഹ രാത്രി സന്ധ്യയ്ക്ക് കൊല്ലപ്പെട്ടത്. ദൈവാലയ പരിസരം മുഴുവൻ രക്തം തളം കെട്ടി നിൽക്കുമാറായിരുന്നു ആ യാഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അവിടുത്തെ സാഹചര്യം എന്ന് പറയും. നിങ്ങൾ പോയിട്ടില്ലേ മാടുകളെ അറക്കുന്ന, ആടിനെ അറക്കുന്ന അറവുശാലകളുടെ അടുക്കിലേക്ക് പോയിട്ടില്ലേ? അവിടെ കൂടി വന്ന 3 or 4 പോത്തിനെയാണ് വിട്ടുന്നത്, അല്ലെ കാളയാണ്, അല്ലെങ്കിൽ ആടാണ്. ഈ 4 or 5 or 6 പോത്തിനെ വെട്ടുന്ന ബുച്ചറുടെ അടുത്തേക്ക് നമ്മൾ പോയി, അറവുശാലയ്ക്കടുത്ത് പോയി നിൽക്കുമ്പോ നമ്മളിത് വാങ്ങാൻ പോകുമെങ്കിലും നമുക്കവിടെ അസഹനീയമായ ഒരു ഗന്ധം അനുഭവപ്പെടും. അത് അത്ര ആസ്വാദ്യമൊന്നുമല്ല. ഇന്ന് വരെ ആരും പോയിട്ടില്ല. നല്ല മണവാ ആ ഇറച്ചിക്കടയുടെ അടുത്ത് പോയി നിൽക്കുമ്പം. അവിടെ 10 മിനിറ്റ് നിൽക്കണം എന്നാരും വിചാരിക്കാറ്. പിന്നെ അവിടെ 5 മിനിറ്റ് നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ സാധനം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനാ. അല്ല, അവിടെ നിൽക്കുന്നതിനകത്ത് സുഖമൊന്നുമില്ല. അപ്പൊ 100,000 ആടുകൾ കൊല്ലപ്പെട്ടാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? 100,000 ആടുകൾ കൊല്ലപ്പെട്ട ആ പരിസരത്ത് നിൽക്കാൻ നമുക്ക്. അപ്പൊ ആടുകളുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിയത്തില്ല. പിന്നെ എന്തിനത് കഴിച്ചത്? അടുത്ത വാക്യം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ശരീരം ദൈവത്തോട് പറയുന്നതായിട്ടാണ് ഈ ഭാഗം. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ഇച്ഛിക്കാത്തതാണ് ഇതെങ്കിൽ പിന്നെ കൊടുത്തേ. ഉത്തരം, വരാനിരിക്കുന്ന മശിഹയുടെ കാൽവറി മരണം പാപപരിഹാരത്തിന് വേണ്ടി മുമ്പേ നിഴലായി കൊല്ലപ്പെട്ട ആടുകളുടെ യാഗങ്ങളുടെ റിയൽ അല്ലെങ്കിൽ പൊരുളായിരുന്നു ആ മരണമെന്ന് ജനത്തിന് ബോധ്യം വരുത്താനും പാപത്തിന് പ്രായശ്ചിത്തമുണ്ടാകാനും അതവരെ മനസ്സിലാക്കാനും ഇത്തരമൊരു ചടങ്ങ് ആവശ്യമായിരുന്നു.
ഇല്ലെങ്കിൽ തിരിച്ചറിയലായിരുന്നു. പിടിയിട്ട കാര്യം, എന്തിന് യാഗങ്ങൾ കൊടുത്തു? യേശുവിന്റെ മരണം യാദൃച്ഛിക മരണമല്ലെന്ന് മനസ്സിലാക്കാൻ. എത്ര പേര് കുറിച്ച് തറയും? BC 73 6000 പേരെ ഒന്നിച്ചു കുറിച്ചു. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മതപരിവർത്തനം വരെ എത്രയോ ലക്ഷങ്ങളാണ് കുരിശുമരണം ഏൽക്കേണ്ടി വന്നത്. എന്തേ ആ കുരിശി മരിച്ചവരെ ആരെയും രക്ഷകനായി ലോകം പിന്നെ വാഴ്ത്തി പാടുന്നില്ല? ശ്ലീഹന്മാരിൽ തന്നെ ചില കുരിശി മരിക്കുകയായിരുന്നു. ഉദാഹരണം പത്രോസ്. അത് പാരമ്പര്യമാണ് കേട്ടോ, ബൈബിളിൽ. പത്രോസ് ക്രൂശിക്കപ്പെടുകയായിരുന്നു. എന്തുകൊണ്ട് പത്രോസിനെ രക്ഷകനായി ആരും പിന്നെ പ്രസംഗിച്ചില്ല? സ്പാർട്ടാക്കസിന്റെ അടിമ കുരിശിലെ മരിച്ചത്. ആരും സ്പാർട്ടാക്കസിനെ പ്രസംഗിക്കുന്നില്ലല്ലോ. 6000 അടിമകളെ റോം ഒരുമിച്ച് ക്രൂശിച്ചു കൊന്നിട്ടും ഈ 6000 പേരിൽ ഒരാളെപ്പോലും ക്രൂശിതനായ രക്ഷകൻ എന്ന് പറയുന്നില്ലല്ലോ. എന്താ ക്രിസ്തുവിനെ മാത്രം പറയുന്നത്? അതാണ് അവിടെ വായിച്ചത്. അനനയാകവും വഴിപാടും നിശ്ചിച്ചില്ല, നീ എനിക്ക് ആ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഏതാ ശരീരം? യാഗമാകാൻ, യാഗത്തിന് കൊള്ളാകുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ശരീരം. അതാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ ശരീരം സ്വീകരിച്ചേ യാഗമാകാൻ. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലുള്ള അതിന്റെ ഉത്തരം. ക്രിസ്തു എന്തിന് ശരീരം സ്വീകരിച്ചു? ഒറ്റ ഉത്തരം, മരിക്കാനാ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 9-ാം വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ചവത്തനായ യേശു മരണം അനുഭവിച്ചു. അവനെ മഹത്വവും ബഹുമാനവും ഇണിഞ്ഞവനായി നാം കാണുന്നു. യേശു എന്തിനാ ശരീരം സ്വീകരിച്ചെന്നറിയാമോ? മരിക്കാനാ. മരണം ആസ്വദിപ്പാൻ. മരിച്ചില്ലെങ്കിലോ 3 കാര്യം നടക്കുകയില്ല. ഒന്ന്, പാപം ചുമത്തിക്കഴിഞ്ഞ് ദൈവത്തിന്റെ ശിക്ഷ പുത്രന്റെ മേലെ ഏൽപ്പിക്കാൻ നോക്കുകയില്ല. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാ, മരിച്ചേ പറ്റൂ. അപ്പൊ ദൈവനീതി നടപ്പിലാക്കാൻ യേശു മരിക്കണം. 2, മരണത്തെ തോൽപ്പിക്കാൻ യേശു മരിക്കണം. 3, മരണാധികാരിയെ തോൽപ്പിക്കാൻ യേശു മരിക്കണം. 4, മരണവിധിക്ക് അടിമകളായിരുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ യേശു മരിക്കണം. 4 കാരണം കൊണ്ട് യേശു മരിക്കണം. യാദൃച്ഛികമല്ല മരണം. ലോകത്ത് പലരും മരിക്കുന്ന യാദൃച്ഛികമാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണം യാദൃച്ഛികമാണ്. രാജീവ് ഗാന്ധിയുടെ മരണം യാദൃച്ഛികമാണ്. മഹാത്മജിയുടെ മരണം യാദൃച്ഛികമാണ്. എല്ലാം യാദൃച്ഛികമാണ്. യേശുവിന്റെ മരണം യാദൃച്ഛികമല്ല, മരിക്കാൻ തന്നെ വന്നത്. സോറി, എന്താണെന്ന് ചോദിച്ചത്? പറയൂ. ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് 4 അവസാനത്തെ 2 എഴുതിയില്ലായിരുന്നോ? ഇല്ലേ? ലാസ്റ്റ് പറഞ്ഞതാണോ? മരണക്ക് അടിമകളായിരുന്നവരെ വിടുവിക്കാൻ. അതാണ് ലാസ്റ്റ് പറഞ്ഞത്. അതിനു മുമ്പ് മരണാധികാരിയെ തോൽപ്പിക്കാൻ. ആദ്യം ഒന്നുകൂടെ പറയാമോ ആ 4 പോയിന്റ്? ഓക്കെ. യേശു ശരീരം സ്വീകരിച്ചത് മരിക്കാനാ. അപ്പൊ യേശു എന്തിനാ മരിക്കുന്നേ? ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടണം, യേശു മരിക്കണം. അതെന്തുകൊണ്ടാ? പാപത്തിന്റെ ശമ്പളം മരണമാ. പാപം മുഴുവൻ യേശുവിൽ ചുമത്തി. അപ്പൊ മരിച്ചേ പറ്റൂ. അത് നിയമമാ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പൊ ദൈവ നീതി നടപ്പാക്കാൻ മരിച്ചു.
എഴുതിയോ? എഴുതി സാറേ. രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, മരണത്തെ തോൽപ്പിക്കാനാണ് യേശു മരിച്ചത്. മരണത്തെ തോൽപ്പിക്കാൻ മരിച്ചത് കൊണ്ടാണ് മരണത്തെ തോൽപ്പിച്ചത്. അപ്പൊ പത്രോസ് അതിനെ കുറിച്ച് പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തെ തോൽപ്പിക്കാനാ. 3, അതുകൊണ്ടാണ് യേശു പറഞ്ഞ മരണത്തിനെയും പാതാളത്തിനെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. 3, മരണാധികാരിയെ തോൽപ്പിക്കാൻ, മരണാധികാരിയായ സാത്താനെ തോൽപ്പിക്കാൻ. 4, മരണത്തിക്ക് അടിമകളായിരുന്നവരെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ. യേശു ദുർബലനായതുകൊണ്ടോ ബലഹീനനായതുകൊണ്ടോ യേശു മരിച്ചതല്ല, ഇതിനു വേണ്ടിയാണ് യേശു മരിച്ചത്. ഇല്ല, മരിക്കുകയില്ലായിരുന്നു. യേശു മരിക്കരുത് എന്ന് പറഞ്ഞ ഒരാളെ യേശു എന്താ വിളിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ? പത്രോസി എന്ന് പറഞ്ഞു, കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. ഉടനെ യേശുവിന്റെ മറുപടി പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ. സാത്താൻ എന്ന് പറഞ്ഞ എതിരാളി എന്നർത്ഥം. യേശു മരിക്കരുതെന്ന് പറഞ്ഞത് പത്രോസിന്റെ മാനുഷിക സ്നേഹം കൊണ്ടാണ് നമ്മൾ തോന്നുന്നു. പക്ഷെ യേശു വന്നത് മരിക്കാനാ. മരിക്കാനേ വന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാവും. യേശു സ്വയം പലവട്ടം പറഞ്ഞു, ഞാൻ മരിക്കാൻ വന്നതാ. മരണം ഒഴിവാക്കാനല്ല യേശു വന്നത്. ആണെങ്കിൽ യേശുവിന് കഴിയുമായിരുന്നു. യേശു ഗെത്സമനെ വെച്ച് ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനെ രക്ഷിക്കാൻ വാളെടുത്തല്ലോ. യേശു എന്താ പറഞ്ഞത്? ഞാൻ പിതാവിനോട് ഇപ്പൊ ചോദിച്ചാൽ 12 ലഗ്യോനിലധികം ദൂതന്മാർ ഇപ്പൊ ഇവിടെ ഇറങ്ങി വരും. 12 × 6 6000 ദൂതന്മാർ ഇപ്പൊ ഇവിടെ ഇറങ്ങി വരും. പീലാത്തോസിലെ പട്ടാളക്കാരോ മഹാപുരോഹിതന്മാരുടെ സേവകരോ ഈ 12 ലീജിയൻ ദൂതന്മാരോട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ അവർക്ക്? എന്തേ വേണ്ടെന്ന് വെച്ചത്? മരിക്കാൻ. മരിച്ചില്ലെങ്കിൽ ദൈവനീതി നടപ്പാവില്ല, മരണത്തെ ജയിക്കാൻ പറ്റില്ല, മരണാധികാരിക്കാൻ പറ്റില്ല, മരണഭീതിയിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ ഒക്കുകയില്ല. മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് 4 കാര്യം നോക്കിയേ. ഓക്കെ. അപ്പൊ യേശുവിനെ ശരീരം സ്വീകരിച്ചത് മരിക്കാനാണ്. ആ ശരീരമില്ലെങ്കിൽ യേശുവിന് മരിക്കാൻ ഒക്കുകയില്ല കേട്ടോ. യേശു ഇവിടെ ജീവിച്ച കാലത്ത് ഉപയോഗിച്ച ആ ശരീരം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ യേശുവിന് മരിക്കാൻ ഒക്കുകയില്ലായിരുന്നു. മരിക്കാൻ വേണ്ടിയാണ് ആ ശരീരം സ്വീകരിച്ചത്. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 6-ാം വാക്യം. സർവാംഗ ഹോമയാഗങ്ങൾ പാപയാഗങ്ങൾ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. പുത്രൻ പറയുക, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും ദൈവം പ്രസാദിച്ചില്ല. പുത്രൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ വന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ 8-ാം വാക്യം. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല
എന്നിങ്ങനെ പറഞ്ഞ ശേഷം ആ ഇതാ ഞാൻ നിന്റെ ഇതാ ഇഷ്ടം ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിന് സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. രണ്ടാമത്തേത് ഒന്നാമത്തേതിന് ന്യായപ്രമാണം, രണ്ടാമത്തേത് പുതിയ നിയമം. ഒന്നാമത്തെ ന്യായപ്രമാണത്തെ ദൈവം ആ ന്യായപ്രമാണം ആവശ്യപ്പെട്ടിരുന്ന യാഗങ്ങളൊക്കെ കഴിച്ചിട്ടും പാപപരിഹാരം ഉണ്ടാകാതെ വന്നപ്പോൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ പുത്രൻ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് രണ്ടാമത്തെ നിയമത്തെ സ്ഥാപിക്കാൻ ഒന്നാം നിയമമായ ന്യായപ്രമാണത്തെ നിവർത്തിച്ച് നീക്കി എന്ന് പറഞ്ഞാൽ നിവർത്തിച്ച് നീക്കി, കേട്ടോ. ന്യായപ്രമാണം ചുമ്മാ മാറ്റിക്കളയല്ല, നിവർത്തിച്ച് നീക്കി. ന്യായപ്രമാണം ആവശ്യപ്പെട്ടതെല്ലാം യേശു ചെയ്തു. All the requirements of the law Jesus fulfilled and completed for us. നമുക്ക് വേണ്ടി കർത്താവ് അത് ചെയ്തു തീർത്തു. അതാണ് ഈ പറയുന്ന സാരം. അവ ലേവ്യ 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന യാഗങ്ങൾ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴൽ മാത്രമായിരുന്നു. യഥാർത്ഥ യാഗം ക്രിസ്തു കാൽവറിയിൽ കഴിച്ച യാഗമാണ്. അതിലാണ് പാപപരിഹാരം വന്നത്, പാപപരിഹാരം ഉണ്ടായത്. അല്ലെങ്കിലോ കുറെ മൃഗങ്ങളെ കൊന്നുകൂട്ടാം, ആരുടെയും പാപം മോചിക്കുകയല്ല. ഈ ആണ്ടി കാളയും കൊണ്ട് വന്നയാൾ അടുത്ത ആണ്ടിലും കാളയും കൊണ്ട്. അപ്പൊ ചോദിക്കുക, അച്ഛാ എന്നെ കഴിഞ്ഞ ആണ്ടിലും അച്ഛൻ്റെ കാളയും കൊണ്ട് വന്ന് യാഗം കഴിച്ചായിരുന്നല്ലോ. ഈ ആണ്ടി കാളയും കൊണ്ട് വരാൻ കാരണം എന്റെ കുഞ്ഞ് ആ യാഗം കൊണ്ട് ഒന്നും ആയിട്ടില്ല, ഈ കഴിച്ചു പോകുക, വല്ലതും രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പൊ അടുത്ത ആണ്ടി അച്ഛൻ യാഗം കഴിക്കും. പിന്നെ ഒരു കാളക്കടാവിനെ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഒരിക്കലായി പാപമോചനം യേശുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് അനുഭവിച്ച നമ്മൾ വീണ്ടും 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 പാപമോചനത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നില്ല. ഒരിക്കലായി രക്ഷ നമുക്ക് കിട്ടി. അതാണ് നിഴലെന്ന് പറയുന്നത്, പൊരുളെന്ന് പറയുന്നത്. നിഴലിൽ കിട്ടാത്തത് പൊരുളിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളെ പാടുമ്പോൾ കണ്ടില്ലേ, പാപിയാണേ നമ്മൾ പാടാറില്ല, പാപിയായിരുന്നു എന്നേ പറയാം. പാപിയായിരുന്നു എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിലേറി. ആയിരുന്നു നമ്മുടെ ഭൂതകാലമാണ്. വർത്തമാനകാലത്ത് നമ്മൾ പാപികളല്ല, വിശുദ്ധന്മാരാ. ആണ് വ്യത്യാസം. അപ്പൊ ലേവ്യ പുസ്തകത്തെ എബ്രായ ലേഖനവുമായി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ അർത്ഥവും കാര്യങ്ങളും പിടികിട്ടുമെന്നല്ല. ഇല്ലേ, പിടികിട്ടേതാ? ഓരോന്നിനും ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. ഒരു ആത്മീയ അർത്ഥമുണ്ട് അതിനല്ല. എല്ലാ യാഗങ്ങളും ഈ 7 യാഗങ്ങളിൽ രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരേ ഒരു യാഗമേ ഉള്ളൂ. അതേതാണെന്ന് പറയാമോ? അറിയാവുന്നവരുണ്ടല്ലോ. സമാധാനയാഗം അല്ലല്ലോ. സമാധാനയാഗത്തിൽ ഭോജനയാഗം. സമാധാനയാഗത്തിൽ രക്തച്ചൊരിച്ചിലുണ്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാകാം, സാരയില്ല. സമാധാനയാഗമല്ല, ഭോജനയാഗം. ഭോജനയാഗത്തിൽ രക്തം ചൊരിയുന്നില്ല. അവിടെ നേരിയ മാവാണ് ഭോജനയാഗത്തിൽ ഉപയോഗിക്കുന്നത്. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്, ചാപ്റ്ററിലുണ്ട്. അതെന്തിനെ കാണിക്കുന്നു? അപ്പം മറ്റെല്ലാ യാഗങ്ങളും യേശുവിന്റെ മരണത്തെ കാണിക്കുന്നു, ഭോജനയാഗം യേശുവിന്റെ ജീവിതത്തെ കാണിക്കുന്നു. അതാണ് വ്യത്യാസം. എല്ലാ യാഗങ്ങളും യേശുവിന്റെ മരണത്തെയാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ ഭോജനയാഗം യേശുവിന്റെ നേർമയുള്ള, തരിമാവ് പോലെ പൊടിഞ്ഞ് തകർന്ന് നേർമയുള്ള യേശുവിന്റെ ജീവിതത്തെ കാണിക്കുകയാണ്.
വിശുദ്ധമായ ജീവിതം. അവിടെ യേശു വിളിച്ചു ചോദിച്ച നിങ്ങളിലാ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, രക്തം ചൊരിയാത്ത യാഗം. ഇനി 7 യാഗങ്ങളിൽ മഹാപുരോഹിതൻ മാത്രം കഴിക്കേണ്ടുന്ന യാഗം ഏതാണ്? പാപപരിഹാരയാഗം. മഹാപാപപരിഹാരയാഗം. അത് മഹാപുരോഹിതൻ മാത്രം കഴിക്കുന്ന യാഗമാണ്. ബാക്കി യാഗങ്ങൾ ലേവ്യർക്കോ മറ്റു പുരോഹിതന്മാർക്കോ സാമാന്യ ജനത്തിനോ ഒക്കെ കഴിക്കാം. എന്നാൽ 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതൻ മാത്രം കഴിക്കേണ്ടുന്ന യാഗമാണ് മഹാപാപപരിഹാരയാഗം. അക്ഷരികമായി യേശുവിന്റെ കുരിശുമരണത്തിന്റെയും പാപമേറ്റെടുത്തതിന്റെയും ഒക്കെ നിഴലാണ്. നമ്മള് കർത്താവിന് വെച്ചാൽ അത് നമുക്ക് പഠിക്കാം കേട്ടോ, പിന്നീട് നമുക്ക് പഠിക്കാം. നമുക്ക് ഏതാണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഏതെങ്കിലും ചോദ്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനോ സംശയ നിവാരണം വരുത്താനോ എഴുതാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ക്ലിയർ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അതിനൊരു അല്പസമയം മാറ്റി വയ്ക്കാം. എനി ക്വസ്റ്റ്യൻ? ഇതിന്റെ കൂടെ പെടുന്നതാണ്. ഹനനയാഗമാ അത് ഈ ഹോമയാഗത്തിന്റെ മറ്റൊരു വേർഷനേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. അത് ഹോമയാഗം സ്വമേധ കഴിക്കേണ്ട യാഗമാ ഹോമയാഗം. അത് തന്നെയാണ് ഈ ഹനനയാഗം.